إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകളൊക്കെയും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, മനുഷ്യരിൽ നാം ഏറ്റവും സ്നേഹിക്കേണ്ടത് മുത്ത് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നത് ഒരു മുസ്ലിമിനും അറിയാതെയില്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും സ്നേഹം വേണ്ടത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ഇസ്ലാം ദീനിന്റെ പൂർത്തീകരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിലാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്ത ഒരുവനിൽ ഇസ്ലാം ഇല്ല. ഒരു മനുഷ്യൻ ഇസ്ലാം മതം സ്വീകരിക്കണമെങ്കിൽ എന്താണ് ഒന്നാമത് ചെയ്യേണ്ടത്? ഷഹാദത്ത്. അത് സാക്ഷ്യം വഹിക്കണം, മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. അത് ഒരു ഷഹാദത്തല്ല, 2 ഷഹാദത്താണ്. ഏതൊക്കെയാണ്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അല്ലാഹു അല്ലാതെ ആരാധ്യനായി മറ്റാരുമില്ല. അല്ലാഹുവാണ് എൻ്റെ ഇലാഹ്, ആരാധ്യൻ. ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു.
മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയാണ്, പ്രവാചകനാണ്. ആ പ്രവാചകത്വം അംഗീകരിക്കണം. ആ 2 ഷഹാദത്താണ് ഇസ്ലാമിന്റെ 5 തൂണുകളിൽ ഒന്ന്. അത് ശരിയാകാത്തവനിൽ ഇസ്ലാം ദീനില്ല. പ്രവാചകനെ സ്നേഹിക്കാതെയുള്ളൊരു പ്രവാചകത്വം അംഗീകരിക്കലല്ല ഷഹാദത്തിന്റെ തേട്ടം. മറിച്ച് പ്രവാചകനെ സ്നേഹിക്കണം. സ്നേഹിച്ചുകൊണ്ടാണ് ആ പ്രവാചകത്വം നമ്മൾ അംഗീകരിക്കേണ്ടത്. വെറും ഒരു വാദമല്ല പ്രവാചക സ്നേഹം, മറിച്ച് ഹൃദയത്തിൽ ഉറച്ച് ആ ഉറച്ചതിനെ സത്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിലൂടെ പ്രകടമാകണം. അതാണ് പ്രവാചക സ്നേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫവല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, അഥവാ അള്ളാഹു തന്നെ സത്യം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ആരും വിശ്വാസികളാവില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന, ഞാനാകുന്നത് വരെ, അഹബ്ബ ഇലൈഹി, അവന് ഏറ്റവും ഇഷ്ടമുള്ളത് ഞാനാകണം, മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, അവന്റെ പിതാവിനേക്കാളും അവന്റെ സന്താനത്തെക്കാളും ജനങ്ങളിൽ മറ്റാരെക്കാളും ഞാനാകണം അവന് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുവരെ അവൻ വിശ്വാസിയാവില്ല, അവന്റെ വിശ്വാസം പൂർണ്ണമാകില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് പ്രവാചകൻ പഠിപ്പിച്ചെന്നാണ്. പ്രവാചകനെ സ്നേഹിക്കണം, പ്രവാചകനെ പഠിപ്പിക്കും. അത് ദീനാണ്. ചിലർ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം എങ്ങനെയാണ് നബി തന്നെ ആഘോഷിക്കാൻ പറയുക എന്നുള്ള പല മുടന്ത ന്യായങ്ങളിൽ ഒന്നായി അത് പറയാറുണ്ട്. ഇവിടെ എന്താണ് പ്രവാചകൻ പറഞ്ഞത്? പ്രവാചകനെ സ്നേഹിക്കുന്നത് മറ്റെല്ലാവരെക്കാളും ഏറ്റവും സ്നേഹം പ്രവാചകനോടാകുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവില്ല എന്ന് പ്രവാചകൻ തന്നെ പറഞ്ഞു. കാരണം എന്താ? ഇത് ദീനാണ്. ഇത് ദീനാണ്. ദീനായിട്ട് പ്രവാചകൻ പറയേണ്ടത് പ്രവാചകൻ പറയും. അത് പ്രവാചകനുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് പറഞ്ഞത്, എന്നെ നിങ്ങൾ നിങ്ങളുടെ മാതാക്കളെക്കാളും പിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റെല്ലാവരെക്കാളും സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവൂല. പിതാക്കളോടുള്ള സ്നേഹം ഒരു ആദരവിന്റെ ഒരു സ്നേഹമാണ്. മക്കളോടുള്ള നമ്മുടെ സ്നേഹം ഒരു കരുണയുടെ, അനുകമ്പയുടെ ഒരു സ്നേഹമാണ്. ഇത് രണ്ടും അല്ലാത്ത രൂപത്തിലാണ് മറ്റ് ജനങ്ങളോട് ഇടപഴകുമ്പോൾ നമുക്ക് സ്നേഹം ഉണ്ടാകുന്നത്. അപ്പൊ സ്നേഹത്തിന്റെ എല്ലാ ഇനങ്ങളിൽ പെടുന്ന വിഭാഗക്കാരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, ഇവരെയൊക്കെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകില്ല എന്ന്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, പ്രവാചകരെ, താങ്കളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇല്ലാ മിൻ നഫ്സി, എന്റെ നഫ്സൊഴികെ, എന്റെ ആത്മാവ്, എന്റെ ശരീരം ഒഴികെ അതൊഴിച്ച് നിർത്തിയാൽ താങ്കളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി? ലാ വല്ലദി നഫ്സി ബിയദിഹി ഹത്ത അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. അല്ലോ മറേ, ആയിട്ടില്ല. അള്ളാഹുവെ തന്നെ സത്യം, ഞാനാകണം നിന്റെ നഫ്സിനെക്കാളും നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, പ്രിയപ്പെട്ടത് ഞാനാകണം. അത് കേട്ടപാടെ ഉമർ റളിയല്ലാഹു അൻഹു, ഫഇന്നഹുൽ ആൻ വല്ലാഹി ല അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എന്നാൽ ദാ ഇപ്പോ മുതല് റസൂലേ, താങ്കളാണ് എന്റെ നഫ്സിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആൻ യാ ഉമർ, ഇപ്പോഴാണ് ഉമറേ, ഇപ്പോഴാണ് ഉമറെ നീ പറയേണ്ട വാക്ക് ശരിയായ രൂപത്തിൽ പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നത് റാവിമാർ, ഇതിന്റെ ഹദീസ് വിശദീകരിക്കുന്നവർ പല വ്യാഖ്യാനങ്ങൾ അതിന് നൽകിയിട്ടുണ്ട്. അത് വേറെ വിഷയം. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ ആദ്യം തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയാത്തത് കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്നും, അതല്ല പ്രകൃതിപരമായി തോന്നുന്ന സ്നേഹത്തെയും അല്ലാത്ത സ്നേഹത്തെയും വേർതിരിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു എന്തിനാണത് പറഞ്ഞത് എന്നതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ വിഷയം അതല്ല. വിഷയം എന്താണ്? നമുക്ക് മറ്റെല്ലാത്തിനേക്കാളും സ്നേഹം ആരോടാകണം? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാകണം. എന്തിനേക്കാളും നമുക്ക് സ്നേഹം ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാകണം. എന്തിനേയും നമ്മൾ സ്നേഹിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി മാറണം. ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ദുർബല വിശ്വാസികളായ ചിലർ
അവർക്ക് ഹിജ്റയിൽ നിന്ന് ഒരു പിന്തി നിന്നു. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങുന്ന ഒരു ആയത്തുണ്ട്, സൂറത്ത് തൗബയിൽ 24-ാമത്തെ ആയത്ത്. അവരുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ അവതരണ പശ്ചാത്തലമെങ്കിലും എല്ലാ മുസ്ലിമീങ്ങൾക്കും അറിയേണ്ട ഒരു തത്വമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പറയുന്നത്? ഖുൽ നബിയെ, താങ്കൾ പറയണം, ഇൻകാന ആബാഉകും വ അബ്നാഉകും, നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ പുത്രന്മാർ, വ ഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരങ്ങൾ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകൾ, വ അശീറത്തുക്കും, നിങ്ങളുടെ ബന്ധുക്കൾ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ ധനം, നിങ്ങൾ വളരെ പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടിയും അല്ലാതെയും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ ധനം, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, നിങ്ങളുടെ കച്ചവടം മാന്ദ്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന, ഹിജ്റ ചെയ്തു പോയാൽ ലാഭം കുറയുമോ, നഷ്ടം സംഭവിക്കുമോ നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, തിജാറത്തുൻ തഖ്ശൗന കസാദഹ വ മസാകിനു തർദൗനഹ, നിങ്ങളുടെ വീടുകൾ, നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ഇച്ഛയ്ക്കൊത്ത് നിങ്ങൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ, നിങ്ങൾ ഹിജ്റ ചെയ്തു പോയാൽ നഷ്ടപ്പെടുമോ നിങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ വീട്, ഇതൊക്കെയും അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി, ഇതാണ്, ഇതിലേതെങ്കിലുമാണ് അള്ളാഹുവിനെയും റസൂലിനെക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, എന്നാ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുന്ന, ഫതറബ്ബസു, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളിൻ, ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹു അധർമ്മകാരികളായ ഒരു കൂട്ടത്തെ നേർവഴിയിലാക്കില്ല. ഇപ്പൊ എല്ലാത്തിനേക്കാളും നമുക്ക് സ്നേഹം ഉണ്ടാകേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്, അള്ളാഹുവിനോടാണ്. ഈ ആയത്തെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പല കാര്യങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിനെയും റസൂലിനെയുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത്. അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നതാകണം. അള്ളാഹുവിന്റെ സ്നേഹത്തെയും റസൂലിന്റെ സ്നേഹത്തെയും ആയത്തിൽ ഒരുമിപ്പിച്ചു പറഞ്ഞു, മിനല്ലാഹി വ റസൂലിഹി ചേർത്ത് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അള്ളാഹുവിനോടുള്ള സ്നേഹമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത്, എന്നിട്ടും അള്ളാഹുവിന്റെ സ്നേഹത്തോട് ചേർത്ത് പറഞ്ഞു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നതിന്റെ ഗൗരവത്തെ അറിയിക്കുന്നതാണ്. അള്ളാഹു നമ്മുടെ ഇലാഹാണ്, നമ്മുടെ ആരാധ്യനാണ്, നമ്മുടെ ഖാലിഖാണ്, നമ്മുടെ റാസിഖാണ്, നമ്മുടെ സൃഷ്ടാവാണ് എന്ന നിലയ്ക്കാണ് നമ്മൾ സ്നേഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നത് സ്വാഭാവികമായും അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അള്ളാഹു എന്തൊക്കെ ഇഷ്ടപ്പെട്ടോ അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടും, അള്ളാഹു എന്തൊക്കെ വെറുത്തോ അതൊക്കെ നമ്മൾ വെറുക്കും. അള്ളാഹു എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്, എന്തൊക്കെയാണ് വെറുത്തത് എന്ന് നമുക്കറിയാനുള്ള ഏക മാർഗം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു തന്നതിലൂടെയാണ് നമുക്കത് അറിയാൻ കഴിയുക. അതുകൊണ്ട് സ്വാഭാവികമായും അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത്. അതാണ് ഈ ആയത്തിൽ നിന്ന് ഒന്ന് പണ്ഡിതന്മാർ പറയുന്നത്. രണ്ടാമത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നു, കുല്ലു മഹബ്ബത്തിൻ വ തഅദീമിൻ ലിൽ ബശരി, ഒരു മനുഷ്യനെ, ഒരു പൂർണ്ണ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആദരിക്കുന്നുണ്ടെങ്കിൽ, ഫഇന്നമാ തജൂസു തബഅൻ ലിമഹബ്ബത്തില്ലാഹി വ തഅദീമിഹി, അത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന്റെയും അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെയും ഭാഗമായി പിന്തുടർന്ന് വരുന്നതാകണം. ഏതുപോലെ കമഹബ്ബത്തി റസൂലിഹി വ തഅദീമിഹി, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്നത് പോലെ. കാരണം ഫഇന്നഹാ മിൻ തമാമി മഹബ്ബത്തി മുർസിലിഹി വ തഅദീമിഹി, റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, ആദരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി ആരാണ് റസൂലാക്കി അയച്ചത് അവനോടുള്ള സ്നേഹത്തിന്റെ ആദരവിന്റെയും ഭാഗമാണ്, അഥവാ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഫഇന്ന ഉമ്മതഹു യുഹിബ്ബൂനഹു ലിഹുബ്ബില്ലാഹി ലഹു, പ്രവാചകന്റെ ഉമ്മത്ത് പ്രവാചകനെ സ്നേഹിക്കുന്നു കാരണം അള്ളാഹു പ്രവാചകനെ സ്നേഹിച്ചത് കൊണ്ട്. വയുഅസ്സിമൂനഹു വയുജില്ലൂനഹു ലിഇജ്ലാലില്ലാഹി ലഹു, റസൂലുള്ളാഹിനെ ആദരിക്കുന്നു, റസൂലുള്ളാഹിനെ മഹത്വപ്പെടുത്തുന്നു കാരണം അള്ളാഹു റസൂലിന് മഹത്വം നൽകിയതുകൊണ്ട്. ഫഹിയ മഹബ്ബത്തുൻ ലില്ലാഹ്, ആ റസൂലിനോടുള്ള സ്നേഹം അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. മിൻ മൂജിബാതി മഹബ്ബത്തില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ വാജിബാത്തുകളിൽ, നിർബന്ധ കാര്യങ്ങളിൽ, അനിവാര്യതകളിൽ പെട്ടതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം അങ്ങനെയാണ്, അള്ളാഹുവിനോടുള്ള സ്നേഹം ആ രൂപത്തിലുമാണ്. അത്വാഅതു ലില്ലാഹി വ റസൂലിഹി, അനുസരണം അള്ളാഹുവിനും റസൂലിനുമാണ്. വൽ ഖശ്യതു വത്തഖ്വാ ലില്ലാഹി വഹ്ദഹ്, ഭയഭക്തിയും
സൂക്ഷ്മതയും തഖ്വയും അത് അള്ളാഹുവിന് മാത്രമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം പറഞ്ഞ് അതിര് കടന്ന ഒരു കൂട്ടരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൽ വീഴ്ച വരുത്തിയ മറ്റൊരു കൂട്ടരുണ്ട്. അതിര് കടന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമാണ് 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 എന്ന വാദത്തിൽ ദീനിൽ ഇല്ലാത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടാത്തത് ചെയ്യുകയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമാണെന്ന് പറയുകയും ഒരു വേള അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തിന്റെ ഇനങ്ങളിൽ പലതും ആ പ്രവാചകന് വകവെച്ചു കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായ നേട്ടവും പ്രാർത്ഥനയും നടത്തി പ്രവാചകന്റെ പേരിൽ അതിര് കവിഞ്ഞു. മറ്റൊരു കൂട്ടർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൽ വീഴ്ച വരുത്തി. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ അംഗീകരിക്കുന്നു, പക്ഷേ അവർക്ക് പ്രവാചകനേക്കാൾ വലുത്, പ്രവാചകൻ പറഞ്ഞ ദീനിനേക്കാൾ വലുത് പലപ്പോഴും അവർക്ക് അവരുടെ കുടുംബമാണ്, അവർക്ക് അവരുടെ ജോലിയാണ്, അവർക്ക് അവരുടെ മക്കളുടെ കാര്യമാണ്, അവർക്ക് ദുനിയാവിലെ ഭാവിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ തിന്മകൾ അവർ ചെയ്യുന്നു. അതല്ലെങ്കിൽ അവർ വിചാരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അംഗീകരിച്ചതോടുകൂടി നമ്മുടെ ബാധ്യത കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കാതെ പ്രവാചകന്റെ സ്നേഹത്തിൽ വീഴ്ച വരുത്തിയ മറ്റൊരു കൂട്ടരും. മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവരിലാണ് നമ്മൾ പെടേണ്ടത്. അവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊടുക്കേണ്ട രൂപത്തിൽ അവകാശങ്ങൾ റസൂലുള്ളാഹിനെ നൽകിയവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കേണ്ടവർ. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. അവരുടെ ഇണകളെക്കാളും, അവരുടെ മാതാപിതാക്കളെക്കാളും, അവരുടെ മക്കളെക്കാളും, അവരുടെ ബന്ധുമിത്രാദികളെക്കാളും, അവരുടെ കൂട്ടുകാരെക്കാളും, അവരുടെ ദുനിയാവിലെ സമ്പത്തിനേക്കാളും, അവരുടെ ദുനിയാവിലെ സ്വത്തുക്കളെക്കാളും, എല്ലാത്തിനേക്കാളും അവർക്ക് സ്നേഹം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. എന്നാൽ ആ പേരും പറഞ്ഞ് അവർ ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് ചെയ്യൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടാത്ത രൂപത്തിൽ അള്ളാഹുവിന് അവർ ഇബാദത്ത് ചെയ്യില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് മൂന്നാമതൊരു കൂട്ടർ. അവരുടെ കൂട്ടത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ പെടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കേണ്ടവരാണെന്നാണ്. ഈമാനിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ആയിട്ടില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനം സൃഷ്ടികളുടെ കൂട്ടത്തിൽ കൊടുക്കുന്നത് എങ്കിൽ അതാണ് ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫതറബ്ബസൂ, നിങ്ങൾ കാത്തിരുന്നുള്ളിൻ, ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അള്ളാഹു അവന്റെ കൽപ്പനയുമായി കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നുകൊള്ളിൻ. വലിയ താക്കീതാണത്. ലോകത്തോ പരലോകത്തോ നമുക്ക് ഉണ്ടായേക്കാവുന്ന ശിക്ഷയെക്കുറിച്ചുള്ള വലിയ താക്കീതാണ് ആയത്ത്. അല്ലെങ്കിൽ തന്നെ സഹോദരങ്ങളെ, എങ്ങനെയാണ് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കാതിരിക്കുക? നമ്മൾ ഇന്ന് ചെയ്യുന്ന എന്തൊരു നന്മയുണ്ടോ, ചെറുതും വലുതുമായ എന്തൊരു നന്മയുണ്ടോ, അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരണക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയല്ലാതെ ചെറുതും വലുതുമായ ഒരു നന്മയും നമ്മിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഒഴിവാക്കുന്ന ഒരു തിന്മയുണ്ടോ, അങ്ങനെ കാരണക്കാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയല്ലാതെ ഒരു തിന്മ, അത് ചെറുതും വലുതും ഒരു തിന്മയും നമ്മൾ ഇന്ന് ഒഴിവാക്കുന്നില്ല. അത്രയും നാമുമായി അടുത്തിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ എങ്ങനെയാണ് ആ റസൂലിനെ നമ്മൾ സ്നേഹിക്കാതിരിക്കുക? സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിനോടാണോ നമ്മുടെ സ്നേഹം എന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതം നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചാൽ മതി. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഇദാ ഉരിദ അലൈഹി അംറാൻ, രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു. അഹദുഹുമാ യുഹിബ്ബുഹുല്ലാഹു വ റസൂലുഹു, ഒന്ന് അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. വലൈസ ലിനഫ്സിഹി ഫിഹാ ഹവ, ആ കാര്യത്തിൽ അവന്റെ ഇച്ഛ, ശരീരം അത് കൊതിക്കണില്ല. വൽ ആഖറു തുഹിബ്ബുഹു നഫ്സുഹു വ തസ്തഹീഹി, മറ്റേ കാര്യോ അത് അവന്റെ ശരീരം, അവന്റെ ദേഹം ഇച്ഛിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതെടുത്താൽ വലാകിന്നഹു യുഫവ്വിതു അലൈഹി മഹ്ബൂബൻ ലില്ലാഹി വ റസൂലി, അതവൻ സ്വീകരിച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ, റസൂൽ ഇഷ്ടപ്പെടുന്നതിനെ അവൻ നഷ്ടപ്പെടുത്തിയവനാകും. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം കുറയാൻ സാധ്യതയുണ്ട് അതെടുത്താൽ. ഈ ഒരു അവസരത്തിൽ ഇൻ ഖദ്ദമ മാ തഹ്വാഹു നഫ്സുഹു,
അവന്റെ ദേഹം ഇച്ഛിക്കുന്നതിനെയാണ് അവൻ തിരഞ്ഞെടുത്തത് എങ്കിൽ അലാമാ യുഹിബ്ബുഹുല്ലാഹ്, അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അവന്റെ ദേഹം ഇച്ഛിക്കുന്ന അതിനെയാണ് അവൻ തിരഞ്ഞെടുത്തത് എങ്കിൽ ദല്ല ദാലിക അന്നഹു ളാലിമുൻ, അവൻ അക്രമിയാണ് എന്നതിന്റെ അടയാളമാണത്. കാരണം അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്നതിനേക്കാൾ അവൻ അവന്റെ ഇച്ഛയ്ക്ക് പ്രാധാന്യം നൽകി. അപ്പൊ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പിൻപറ്റണം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന വാദം പോരാ. 3-ാം അധ്യായം സൂറത്ത് ആലി ഇമ്രാന്റെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ നബിയെ താങ്കൾ പറയണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും, എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അപ്പൊ അള്ളാഹുവിന്റെ അടുത്ത് ഇഷ്ടമുണ്ട് എന്ന് വാദിക്കുന്നവർക്കുള്ള ഒരു പരീക്ഷണമാണ് ഈ ആയത്ത് എന്നാണ് ഇമാം അൽ ഹസനുൽ ബസരി റഹിമഹുല്ലാ പറഞ്ഞത്. ഒരു വിഭാഗം പറയുന്നുണ്ട് അവർക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട് എന്ന്. ആ പറയുന്ന ഒരു കൂട്ടരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് മുഖേന പരീക്ഷിക്കുകയാണ് എന്നാണ് ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാ പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടും പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകളൊക്കെയും പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സത്യവിശ്വാസി സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം അത് ദീനിന്റെ അടിത്തറയാണ് എന്നതിനെ കുറിച്ചുള്ള ആയത്തുകളും ഹദീസുകളുമാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്, എപ്പോഴാണത് സ്നേഹമാവുക, പ്രവാചകന്റെ സഹാബത്തും താബിഈങ്ങളും എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ആ സ്നേഹം പ്രകടിപ്പിച്ച് ജീവിച്ചത് എന്നൊക്കെ വരും ഖുതുബകളിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാമുമായിട്ട് എത്ര അടുത്തിരിക്കുന്നു, നമ്മൾ എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്നതിനെ കുറിച്ചുള്ള പ്രമാണങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മാ മിൻ മുഅ്മിനിൻ ഇല്ലാ വഅന ഔലാ ബിഹി ഫിദ്ദുനിയ വൽ ആഖിറ, ഒരു സത്യവിശ്വാസിയും ഇല്ല ഞാൻ അവനോട് ഏറ്റവും അടുത്തവനായിക്കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും, ഇഹലോകത്തും പരലോകത്തിലും ഞാനാണ് ഒരു സത്യവിശ്വാസിയോട് ഏറ്റവും അടുത്തവൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉ ഇൻ ശിത്തും, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ആയത്ത് പാരായണം ചെയ്യുക. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 6-ാമത്തെ ആയത്ത്, അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അൻ-നബിയ്യു പ്രവാചകനാണ്, ഔല ഏറ്റവും അടുത്തവൻ, ബിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളോട്, മിൻ അൻഫുസിഹിം അവരുടെ സ്വദേഹങ്ങളെക്കാളും സ്വന്തം ദേഹത്തെക്കാളും പ്രവാചകനാണ് നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അഥവാ പ്രവാചകന്റെ ഇഷ്ടത്തെയാണ് നമ്മുടെ സ്വന്തം ദേഹത്തിനേക്കാൾ നമ്മൾ മുന്തിക്കേണ്ടത്. അത് ദുനിയാവുമായി ബന്ധപ്പെടുന്ന മേഖലകളാകട്ടെ, പരലോകം ഉഖ്റവിയായിട്ട് ദീനിയായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാകട്ടെ, ദുനിയാവിലെ യാതൊരു മേഖലയും പ്രവാചകനോട് എതിരാകുന്ന രൂപത്തിൽ, പ്രവാചകന് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ നമ്മൾ ഇടപഴകാൻ പാടില്ല. ആ മേഖലകളിൽ നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല. ദീനിന്റെ കാര്യങ്ങളായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന രൂപത്തിലാവണം നമ്മൾ ദീനും ആചരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോട് ഏറ്റവും റഹ്മത്തുള്ള പ്രവാചകനാണ്. പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മുഅ്മിനീങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, കുട്ടികളാണ് അതല്ല എങ്കിൽ സ്ത്രീകളോ മറ്റോ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കടബാധിതരായി അവർ കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കടം വീട്ടി കൊടുക്കുമെന്നാണ്. മുമ്പ് നമ്മൾ കടത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടക്കാരനായ ഒരുവൻ മരിച്ചാൽ
അവന്റെ ബൈത്ത് നിസ്കരിക്കാതെ മാറി നിൽക്കുമെന്ന്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇത് ഇസ്ലാമിക ലോകം കൈവന്ന യുദ്ധങ്ങൾ, ഒരുപാട് മുസ്ലിങ്ങൾ വിജയിച്ച് സമ്പത്തിന്റെ അഭിവൃദ്ധി മുസ്ലിങ്ങൾക്കുണ്ടായ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിലായിരുന്നു. ആദ്യകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതിരുന്നത് അത് കടത്തിന്റെ ഗൗരവം ഉമ്മത്തിനെ അറിയിക്കാനും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനുമാണ്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടക്കാരന് നിസ്കരിച്ചാൽ, ഇമാമത്തായി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകില്ല എന്നോ അല്ലെങ്കിൽ മാറി നിൽക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിർബന്ധമാണ് എന്നോ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതിന്റെ ഗൗരവം ഉമ്മത്തിനെ മനസ്സിലാക്കി കൊടുക്കാനാണ്. ഉമ്മത്ത് ഗൗരവം മനസ്സിലാക്കി ഇസ്ലാം ദീൻ യുദ്ധങ്ങൾ വിച്ചടക്കി സമ്പത്തിൽ ഇസ്ലാമിന് അഭിവൃദ്ധി ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മുഅ്മിനീങ്ങൾ കടബാധിതരായി മരിച്ചാൽ അവരുടെ കടം ഏറ്റെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിസ്കരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ആയത്തിന് എന്താണ് മനസ്സിലാക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഏറ്റവും അടുത്ത് ഇരിക്കുന്ന പ്രവാചകനാണ്. എല്ലാ അർത്ഥത്തിലും നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് നമ്മുടെ റസൂലിനെയാണ്. അത് ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ, ഉറങ്ങുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചാണ് നമ്മൾ ഉറങ്ങേണ്ടത്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും പ്രവാചകനോട് സ്നേഹം. അതെങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിൽ ആ പ്രാർത്ഥനകൾ, റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ആ സുന്നത്ത് എടുത്തുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം. അതാണ് അള്ളാഹു നമ്മൾ തേടിയത്. അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. അപ്പൊ അള്ളാഹും റസൂലും പഠിപ്പിച്ച രൂപത്തിലാകണം നമ്മൾ സ്നേഹിക്കേണ്ടത്. സ്വഹാബാക്കളുടെ ഒരുപാട് മാതൃകകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ എങ്ങനെ സ്നേഹിച്ചു, അവരുടെ ജീവിതത്തെക്കാളും അവരുടെ സ്വന്തം ദേഹത്തെക്കാളും എത്രത്തോളം അവർ പ്രവാചകനെ സ്നേഹിച്ചു എന്നതിന് ഒരുപാട് മാതൃകകൾ നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇടപഴകി രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പോകുമ്പോഴും മറ്റും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യങ്ങൾ നിർവഹിച്ചിരുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബി രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വുളു എടുക്കാനുള്ള വെള്ളവുമായി പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് ചോദിക്കുന്നുണ്ട്, സൽ, നിങ്ങൾ ചോദിക്കൂ, എന്താ താങ്കൾക്ക് വേണ്ടത് ചോദിച്ചു. റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി എന്ന് പറയുന്ന സ്വഹാബിയാണ്. കേട്ടപാടെ ചോദിക്കുന്നതാണ്, സ്വഹാബിയോടാണ് ചോദിക്കുന്നത്. ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും ഉന്നത കാര്യം തന്നെ സ്വഹാബി തിരിച്ചു ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, താങ്കളോടൊപ്പം പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ കഴിയണം, അതാണ് ഞാൻ ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ഗൈറ ദാലിക്, അത് വേറെ എന്തെങ്കിലും ആണോ? റസൂലുള്ളാഹി ഒന്നുകൂടി ചോദിച്ചു, ആ ചോദ്യം ഉറപ്പിക്കാൻ, അതല്ലെങ്കിൽ അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാം. അപ്പോ സഹാബി പറഞ്ഞു, ഹുവ ദാക്, അത് തന്നെ മതി, വേറൊന്നുമില്ല, അത് തന്നെയാണ് വേണ്ടത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക ബികസ്റതി സുജൂദ്, ധാരാളം സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ ആ വിഷയത്തിൽ സഹായിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമാണ്. ദുനിയാവിൽ കിട്ടേണ്ടത് കിട്ടി, മരിച്ചുപോയി കഴിഞ്ഞാൽ എന്നല്ല, പരലോകത്തും നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിയണമല്ലോ എന്ന ആഗ്രഹമാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, കൈഫ തഖൂലു ഫീ റജുലിൻ അഹബ്ബ ഖൗമൻ വലം യൽഹഖ് ബിഹിം, താങ്കൾ എന്താണ് പ്രവാചകരെ ഒരു മനുഷ്യന്റെ വിഷയത്തിൽ പറയുന്നത്? അവൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തോടൊപ്പം അവന് നാളെ പരലോകത്ത് ഒരുമിച്ചാകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ വിഷയത്തിൽ എന്താണ് താങ്കൾ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ, അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരു മനുഷ്യൻ അവൻ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോടൊപ്പമായിരിക്കും. ഒരു മനുഷ്യൻ ആരെയാണോ ഇഷ്ടപ്പെടുത്തത് അവനോടൊപ്പം ആയിരിക്കുമെന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, ഈ ആശയം വരുന്നത് തന്നെ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് റസൂലേ അന്ത്യനാള്? മത്തസ്സാഅ യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ അഅദത ലഹാ, നീ എന്താണ് ആ പരലോക അന്ത്യനാളിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്? അപ്പൊ ആ വന്ന ചോദ്യകർത്താവിന്റെ മറുപടി, മാ അഅദതു ലഹാ മിൻ കസീരി സ്വലാത്തിൻ വലാ സൗമിൻ വലാ സദഖ, ഒരുപാട് നിസ്കാരോ ഒരുപാട് നോമ്പോ ഒരുപാട് സ്വതക്കയോ ഒന്നും എൻ്റെ അടുത്ത് ഇല്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ പക്ഷെ അള്ളാഹുവിനെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ മറുപടി, അൻത മഅമൻ അഹ്ബബ്ത, താങ്കൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോടൊപ്പമാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് റസൂൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫമാ ഫരിഹൽ മുസ്ലിമൂന ബിശൈഇൻ ബഅദൽ ഇസ്ലാമി ഫറഹഹും ബിഹാദൽ ഹദീസ്. ഇത് കേട്ടതോടെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്നേഹിക്കുന്നത് എങ്കിൽ നാളെ പരലോകത്ത് ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും എന്ന പ്രവാചകന്റെ ഈ ഹദീസ് കേട്ടപാടെ മുസ്ലിമീങ്ങള്, അന്നത്തെ മുസ്ലിമീങ്ങൾ ഈ ഇസ്ലാമിന് ശേഷം അവർ സന്തോഷിച്ച വേറൊരു സംഭവം ഇല്ല. ഇത് കേട്ടപാട് അവർക്ക് സന്തോഷമായി. ഇസ്ലാം അവർക്ക് കിട്ടി എന്നത് സന്തോഷമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് ഈ ഹദീസ് കേട്ടപ്പോഴാണ്. നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെയും സ്വഹാബത്തിനോടൊപ്പം നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുമാറാകട്ടെ. ഇത് കേട്ടിട്ട് അനസ് റളിയല്ലാഹു അൻഹു പിന്നെ ബാക്കി പറയുന്നുണ്ട്, ഫഅന ഉഹിബ്ബു റസൂലല്ലാഹ് വ അബൂബക്കർ വ ഉമർ. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നു, അബൂബക്കർ റളിയല്ലാഹു ഇഷ്ടപ്പെടുന്നു, ഉമർ റളിയല്ലാഹു ഇഷ്ടപ്പെടുന്നു. വ അർജു അൻ അഹ്ശുറ മഅഹും വ ഇൻ ലം അഅമൽ മിസ്ല അഅമാലിഹിം. അവരുടെ പ്രവർത്തനങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നാളെ പരലോകത്ത് അവരോടൊപ്പം ഉയർത്തെഴുന്നേൽക്കാൻ ഞാൻ കൊതിക്കുന്നു എന്ന്. ഇതേ ഹദീസ് എടുത്തുകൊണ്ട് ഇതിന്റെ നേരെ വിപരീത ഭാഗവും പറയുന്നുണ്ട് പണ്ഡിതന്മാർ. കാഫിര്യങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചാൽ, ഫുസാഖുകളെ സ്നേഹിച്ചാൽ അവരോടൊപ്പമായിരിക്കും നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന്. അപ്പൊ സഹാബാക്കളെ യുദ്ധങ്ങൾ പരിശോധിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ മുന്നിലും റസൂലുള്ളാഹിന്റെ പിന്നിലും റസൂലുള്ളാഹിന്റെ വലത്തും റസൂലുള്ളാഹിന്റെ ഇടത്തുമായി അവർ ഒരുമിച്ച് കൂടിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ വേണ്ടി 70-ലധികം മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും മുന്നോട്ട് വന്ന ഒരുപാട് സംഭവങ്ങൾ സഹാബാക്കളുടെ ജീവിതത്തിൽ മാതൃകയാണ്. നമുക്ക് സഹോദരങ്ങളെ അങ്ങനെ ഒരു യുദ്ധത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ സംരക്ഷിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന നമ്മളെ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് ദീനിൽ ചെയ്യുന്നതിനെ തൊട്ട് ദീനിനെ സംരക്ഷിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ ഹയാത്താക്കിക്കൊണ്ട് പരിപൂർണ ഒരു മുത്തബിഉസ് സുന്നയായി, സുന്നത്തിനെ പിൻപറ്റുന്ന ഒരു മനുഷ്യനായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ ഇഹലോകത്തും പരലോകത്തും കൺകുളിർമയുള്ള മക്കളാക്കി തരട്ടെ. എല്ലാത്തിലും ഉപരി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ മനസ്സിൽ ഉറപ്പിച്ച് അത് പ്രഖ്യാപിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا ولأساتذتنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.